ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. മുഅ്മിനീങ്ങൾക്ക് ഹൃദയം റിലാക്സ് ആവുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. ഹൃദയത്തെ ദുഷിപ്പിക്കുകയും നശിപ്പിക്കുകയും അനാശാസ്യമായ പ്രയാസങ്ങളുണ്ടാക്കുകയും ചെയ്യുന്ന ദുനിയാവിൻ്റെ എല്ലാ ഭാരങ്ങളെയും ഇറക്കി വെച്ച് അടുത്ത ജുമുഅ വരെ സിറാത്ത് മുസ്തഖീമിൽ നല്ല നിലയിൽ ജീവിക്കാനുള്ള ഇന്ധനം വഹിക്കേണ്ട ദിവസമാണ്. വെള്ളിയാഴ്ചയായിട്ടും ഇത് വ്യാഴാഴ്ചയേക്കാൾ അല്ലെങ്കിൽ ശനിയാഴ്ചയേക്കാൾ ഒരു പ്രാധാന്യം ഹൃദയത്തിൽ വരുന്നില്ലെങ്കിൽ ഹൃദയത്തിന് കാര്യമായ തകരാറുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. വെള്ളിയാഴ്ച വന്നു പോകുന്നത് ശനിയാഴ്ച വന്നു പോകുന്നത് പോലെയാണ് വിശ്വാസി കാണുന്നതെങ്കിൽ അവന് അള്ളാഹു ഏൽപ്പിച്ച കച്ചവടത്തിൽ തകർച്ചയാണ് അവൻ്റെ ഏടിൽ കാണുക എന്ന് വേണം മനസ്സിലാക്കാൻ. വെള്ളിയാഴ്ചയിൽ മറ്റുള്ള ദിവസങ്ങളിൽ ഇല്ലാത്ത രൂപത്തിൽ ഖുർആനുമായി ബന്ധം വേണം, സ്വലാത്തുമായി ബന്ധം വേണം, ദിക്റുമായി ബന്ധം വേണം, സദഖയുമായി ബന്ധം വേണം. ഓരോ വെള്ളിയാഴ്ചയും നാം അറിയാതെ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത് ഞാൻ പുതിയ വെള്ളിയാഴ്ചയാണ്, ഈ വെള്ളിയാഴ്ചയാകുന്ന ഞാൻ ഇനി എന്നിലേക്ക് ഖിയാമത്ത് നാൾ വരെ മടങ്ങുകയില്ല എന്ന്. അത് വെള്ളിയാഴ്ച എന്ന് മാത്രമല്ല, ഓരോ ദിവസങ്ങളും അങ്ങനെ പറയുന്നുണ്ട് എന്ന് ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു ആദം അന യൗമുൻ ജദീദ് വഅല അമലിക ഷഹീദ് ഫഗ്തനിംനി ലിഅന്നി ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ. മനുഷ്യപുത്ര, ഞാൻ പുതിയ ദിവസമാണ്, ഈ ദിവസത്തിൽ നീ എന്താ ചെയ്തത് അതിനൊക്കെ ഞാൻ മൂകസാക്ഷിയാണ്. അതുകൊണ്ട് എന്നെ കൊണ്ട് നീ മുതലെടുത്തോ. ഖിയാമത്ത് നാൾ വരെ നിന്നിലേക്ക് ഞാൻ ഒരിക്കലും മടങ്ങി വരികയില്ല. ജനുവരി ആദ്യവാരത്തിലെ വെള്ളിയാഴ്ച നാം അറിയാതെ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി ഞാനാകുന്ന വെള്ളിയാഴ്ച ഖിയാമത്ത് നാൾ വരെ നിന്നിലേക്ക് മടങ്ങി വരികയില്ല. ഇനി ഉണ്ടെങ്കിൽ അത് വേറെ വെള്ളിയാഴ്ചയാണ്. അങ്ങോട്ട് നമ്മൾ എത്തുമോ എന്ന് ഒരാളെ കുറിച്ചും ആർക്കും ഉറപ്പിക്കാനും കഴിയില്ല. അവിടെയും ഹസൻ ബസരി റളിയല്ലാഹു തആല ഇടപെട്ടിട്ടുണ്ട്. അമ്മ ദുനിയ സലാസതു അയ്യാം, ദുനിയാവ് എന്ന് പറയുന്നത് കേവലമായ 3 ദിവസമാണ്. അമാംസി, ഇന്നലെ എന്നത് ഖദ്ദഹബ ബിമാ ഫീ, ഇന്നലെ നീ എന്താണോ ചെയ്തു വെച്ചത് അതുമായിട്ട് ഇന്നലെ പോയി, അതൊരിക്കലും മടങ്ങുകയില്ല. ഇന്നലെ എന്ന നാളുകൾ ഇനി ദുനിയാവിലേക്ക് എനിക്ക് മടങ്ങി വരും എന്ന നിലയിൽ ഒരാളും കരുതുന്നുമില്ല. പോയത് പോയി, അതാണ് സമയം. വഅമ്മൽ ഗദ്, അപ്പൊ നാളെ എന്നുള്ളത് ലഅല്ലക ലാ തുദ്രികു, ഒരു പക്ഷേ അത് നിനക്ക് കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ട്. നാളെ ഉണ്ടാകുമെന്ന് ഇന്ന് ഉറപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അമ്മല്ലോ, ഈ ദിവസം അന്തഫി, നീ അവിടെ ഉണ്ട്, ഫഅമൽ ഫീ, അതുകൊണ്ട് അവിടെ നീ അധ്വാനിച്ചു. നിനക്ക് ഉണ്ട് എന്ന് ഉറപ്പുള്ളത് ഇപ്പൊ ഈ ഇരിക്കണ ഈ സമയം, അതുകൊണ്ട് കാര്യമായിട്ട് മുതലാക്കിക്കോ എന്ന് മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ മുതലാക്കാൻ പറ്റുന്ന ഏറ്റവും വിഭവസമൃദ്ധമായ പരിശുദ്ധമായ സമയമാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ചയിൽ പലതും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് വെള്ളിയാഴ്ചയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച ആകുമ്പോൾ ഇന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മൾ മാത്രമല്ല, കുറച്ച് മുഅ്മിനീങ്ങളെ സന്തോഷിപ്പിക്കണമെന്ന് നാം തീരുമാനിക്കുക. നമ്മൾ ചെയ്യുന്ന ഒരുപാട് സുഹൃതങ്ങളിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നും കൂടി ഉദ്ദേശമുണ്ട്. ഉദാഹരണം, വെള്ളിയാഴ്ചയിൽ അത്ര പറ്റ, എല്ലാ ദിവസങ്ങളിലും അത്ര പറ്റുന്നല്ലാണ്. ഈ അത്ര പറ്റിയാലും മറ്റുള്ളവർക്കാലോ കൂടുതൽ സ്മെല്ല്, നമുക്കുള്ളതിനേക്കാളും സന്തോഷം വേറെ ഉള്ളവർക്ക് ഉണ്ടാകുക. ചിരിച്ചാല് എന്തിനാ ചിരിക്കണത്? ചിരിക്കുമ്പോ അവനാണ് സന്തോഷമല്ലോ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനല്ലോ ഈ ചിരിക്കണത്. തബസ്സുമുക ഇലാ വജ്ഹി അഖീക സദഖ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ളവനെ സന്തോഷിപ്പിക്കുക. എന്താ അത്? ഇദ്ഖാലു സുറൂറി ഫി ഖൽബിൽ മുഅ്മിൻ സദഖ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ സന്തോഷം സന്നിവേശിപ്പിക്കുക എന്നുള്ളത് ധർമ്മമാണ്. അതിന് ഏറ്റവും സൗകര്യമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. കാരണം ഗ്രാമത്തിലുള്ള മുഴുവൻ ആളുകളെയും, യാ അയ്യുഹന്നാസ്, മനുഷ്യന്മാരെ, ഇത്തഖുല്ലാഹ്, അള്ളാഹനെ പേടിച്ച് ജീവിച്ചോളിന്ന് ഔദ്യോഗികമായി ആത്മീയ സേവനത്തിന് ചുക്കാൻ പിടിക്കുന്ന ഉദ്യോഗസ്ഥനായ ഖത്തീബ് വിളംബരം ചെയ്യാൻ ഗ്രാമവാസികൾ ഒന്നടങ്കം പള്ളിയാകുന്ന തൗഹീദിന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്ന ദിവസമാണ് ജുമുഅ. എന്നാണ് പറയുമ്പോ ഖത്തീബിന് ഓർമ്മ വരണം, എനിക്ക് തക്കുണ്ടോ ഇല്ലല്ലോ. കേൾക്കുന്ന ആളുകൾക്കും പടച്ചോനെ അള്ളാഹിനെ പേടിക്കാനല്ലോ പറയണേ, എനിക്ക് അള്ളാഹിനൊരു തരുമ്പ് പോലും പേടിയില്ലല്ലോ
അപ്പൊ എല്ലാരും കൂടി ഇങ്ങനെ കൂടിക്കുന്ന സമയത്ത് ആ ജമാഅത്ത് എന്നതിനൊരു വലിയ മഹത്വമുണ്ട്. അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനേക്കാളും ഈ കൂടിയിട്ട് പടച്ചോനെ എന്റെ കൽബിൽ തക്കവ് തരണേന്നൊക്കെ മനസ്സറിഞ്ഞ് ദ്വാരുന്നാൽ കൂട്ടത്തിലിരിക്കുന്ന ആള് പരാജയപ്പെടൂല. ലാ യഷ്കാ ജലീസുഹും, കൂട്ടത്തിൽ ഇരിക്കുന്നവൻ പരാജയപ്പെടൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച അടുത്തൊരാഴ്ച വരെ നമ്മുടെ ബോഡിയാകുന്ന ഈ വണ്ടി സിറാത്ത് മുസ്തഖീമാവുന്ന ട്രാക്ക് തെറ്റാതെ ഓടാനുള്ള പെട്രോൾ ഇന്ധനം അടിക്കേണ്ട സമയമാണ്. സൂറത്തുൽ കഹ്ഫിലൂടെ പ്രത്യേകിച്ച് സലാത്തിലൂടെ നേരത്തെ ജുമുഅയ്ക്ക് വന്ന് വരുന്ന സമയത്ത് ആദാബുകൾ പാലിച്ച് അല്ലാഹ് എന്ന ഓർമ്മയോടുകൂടി നാളെ മരിക്കണമല്ലോ എന്ന ചിന്തയോടുകൂടി ഗതകാല ജീവിതത്തിന്റെ കറുത്ത അധ്യായങ്ങളാകുന്ന ദോഷങ്ങളെ ഹൃദയം പ്രകമ്പനം കൊള്ളിച്ച് പുറത്തു തരണേ എന്ന തേട്ടത്തോടുകൂടി പാവങ്ങളെ പരമാവധി സഹായിച്ച് അതോടുകൂടി ജീവിച്ചിരിക്കുന്ന ആളുകളെ സന്തോഷിപ്പിക്കുന്നതോടുകൂടി നമ്മുടെ കൂടെ ജമാഅത്തുണ്ടായിരുന്ന, നമ്മുടെ കൂടെ വീട്ടിലുണ്ടായിരുന്ന, നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്ന, നമുക്ക് പുതുവസ്ത്രങ്ങൾ വാങ്ങിത്തന്നിരുന്ന, നമുക്ക് സ്വന്തം പട്ടിണി കിടന്നുകൊണ്ട് നമ്മെ തീറ്റിപ്പോറ്റി നോക്കി വളർത്തിയ മാതാപിതാക്കളടങ്ങിയ കുറെ ആളുകൾ പള്ളിക്കാട്ടില് മൈലാഞ്ചിക്കൊമ്പിന്റെ അടിയിലാണ്. അവിടൊക്കെ പോയിട്ടൊരു ദ്വാ വെള്ളിയാഴ്ചയിൽ അവരെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കാം. ആളുകള് ദുനിയാവിലെ ഉമ്മായും വാപ്പയും ആശുപത്രി കിടക്കുകയാണെങ്കിൽ പോയി കാണും. വീട്ടിൽ രോഗികളായി കിടക്കുകയാണെങ്കിൽ നമ്മൾ സഹായിക്കും, ശുശ്രൂഷിക്കും, അവർക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. പക്ഷേ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്ന ആള് ഒരു പുൽത്തുമ്പിന് വേണ്ടി കൊതിക്കും പോലെ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ നിന്നും മയ്യിത്ത് ദുആ പ്രതീക്ഷിക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് വാപ്പയ്ക്ക് വേണ്ടി ദ്വാരക്കാൻ, ഉമ്മയുടെ കബറുകളൊന്ന് പോയി നോക്കാൻ മനുഷ്യന്മാർ ഇന്ന് ഒരിക്കലും അവസരം എടുക്കുന്നില്ല. കാരണം കൽബിൽ നിന്ന് മരിച്ചതോടുകൂടി കൊലായിൽ നിന്ന് ഇറക്കിയതുപോലെ കൽബിൽ നിന്നും അവരെ ഇറക്കി. പിന്നെ അവരായി അവരുടെ പാടായി. പക്ഷെ നീയും നാളെ അങ്ങോട്ട് പോകുന്നതാണ്. നിന്റെ പിറകിലും മക്കൾ വരുന്നുണ്ട്. അവർ നിനക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദ്വാർക്കണമെങ്കിൽ നിന്നിന്ന് പിരിഞ്ഞ ആളുകൾക്ക് വേണ്ടി നീ ദ്വാരക്കണം എന്നൊരു ചിന്ത നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതൊക്കെ വീണ്ടെടുക്കണം പ്രിയപ്പെട്ടവരെ. പഴയ കാലത്ത് പള്ളിക്കാട് എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഓരോ സ്റ്റേഷനിലേക്ക് ട്രാക്ക് കീറിയതുപോലെ ഓരോരോ മീസാന്റെ അടുത്തേക്കും പ്രത്യേകമായി പുല്ലുകൾ മുളക്കാത്ത വഴികൾ ഉണ്ടായിരുന്നു. എന്താ ചില മീസാന്റെ അരികിലേക്കൊക്കെ പുല്ലുകൾ മുളക്കാത്ത വഴികൾ കാണുന്നത്? അതിലൂടെ എപ്പോഴും മാതാപിതാക്കളുടെ കബറിലേക്ക് നടന്നിരുന്ന മക്കളാകുന്ന മനുഷ്യന്മാരുണ്ടായിരുന്നു. ഇന്ന് പള്ളിക്കാട് മൊത്തം മൂടിക്കിടക്കുകയാണ്. ഓരോ കൊല്ലത്തിലും അത് വൃത്തിയാക്കാൻ മെഷീനുമായി ആളുകളെ സംഘടിപ്പിക്കുക എന്നല്ലാതെ സിയാറത്തിന് മീസാന്റെ അരികിലേക്ക് പോയിട്ട് എന്റെ ഉമ്മാന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ പുല്ലോ ചെടിയോ അവിടെ മുള്ളോ ഇല്ല എന്നൊരു ഉറപ്പുവരുത്താൻ പോലും നമുക്ക് കഴിയുന്നില്ല. ഏതൊക്കെയോ സമയത്ത് ഓരോ പെരുന്നാളിന് ആരെങ്കിലും തള്ളിയിട്ടാലൊന്ന് പോയി ഏതാണ് വലിപ്പാന്റെ കബർ, ഏതാ അമ്മാന്റെ കബർ, ഇതാണ് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓർമ്മയും തപ്പിയെടുക്കുകയാണ്. ഇന്നിപ്പോ അങ്ങനെയല്ലേ? പെരുന്നാക്ക് പോയിട്ട് ഇതാ ഇത് ഇവിടെ എങ്ങനെയാണ് ഉള്ളത്, ഇവിടെ നിന്നാണ് ദ്വാരനാൾ ഉസ്താദേ ഇതാണുള്ളത്, എവിടെയൊന്നും ഓർമ്മയില്ല, എവിടെയൊന്നും ഉറപ്പില്ല. അവരാണ് നോക്കി വളർത്തിയിട്ടുള്ളത്, അവരാ തീറ്റിപ്പോറ്റിയിട്ടുള്ളത്. എന്തുകൊണ്ട്? ശുക്ർ എന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് കാലിയാവുകയാണ്. നന്ദിയില്ലാത്തവൻ എങ്ങനെയാ സ്വർഗം കിട്ടുക? നന്ദിയാണ് വേണ്ടത്. മരിച്ചോടുകൂടി നന്ദി കളയാൻ പാടുണ്ടോ? അതുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാ ദിവസങ്ങളിലും ദ്വാരക്കുന്നില്ലെങ്കിൽ തന്നെ വെള്ളിയാഴ്ചയെങ്കിലും അവരെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കാൻ. എത്ര സന്തോഷമായിരിക്കും നമ്മളെ ദ്വാ കിട്ടുമ്പോൾ ആ കറുന്റെ ഉള്ളിലുള്ള ആളുകൾക്ക് നിറങ്ങൾ. അത്രയും അവസ്ഥയിലല്ല അവർ കിടക്കുന്നത്. തിരിയാനും അറിയാനും പറ്റൂല. കൊണ്ടുപോയി ചരിച്ച് കിടത്തിയിട്ട് പോകുന്നതല്ലേ മണ്ണും വാരിയിട്ടിട്ട്. പിന്നെ ആരെങ്കിലും ഇടക്ക് പോയിട്ട് തണുപ്പുണ്ടമ്മോ എന്ന് വെച്ചിട്ടുണ്ടോ? ചൂടെടുക്കണ്ട വാപ്പാന്ന് വെച്ചിട്ടുണ്ടോ? നാസ്താക്കിയെന്ന് വെച്ചിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. ആ കിടത്തിട്ട് കൊണ്ട് പോകുന്നതാണ്. ഇനി അവർക്ക് നമ്മൾ കൊടുക്കണ നാസ്ത, അവർക്ക് നമ്മൾ കൊടുക്കണ പാനീയം, അവർക്ക് നമ്മൾ കൊടുക്കണ AC, അത് ഫാത്തിയും ദ്വായും ആസീനൊക്കെ തന്നെയാണ്. അതിലും മറക്കരുത് പ്രിയപ്പെട്ടവരെ. നമ്മെ നമ്മാക്കിയിട്ടുള്ള ആളുകളെ ഒരിക്കലും മരിച്ചുപോയതിനു ശേഷം മറക്കരുത്. അത് ഗുരുത്തക്കേടാണ്, നന്ദികേടാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതിനൊക്കെ ആയിരിക്കണം വെള്ളിയാഴ്ച. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഓരോ വെള്ളിയാഴ്ചയും നമ്മോട് പറയുന്നുണ്ട്, ഇന്നീല അഊദു ഇലാ യൗമിൽ ഖിയാമ, ഞാൻ ഖിയാമത്ത് നാൾ വരെ ഇനി നിന്നിലേക്ക് മടങ്ങി വരുന്നവനല്ല. ഫഗ്തനിംനീ, അതുകൊണ്ട് ഇന്ന് എന്നെ നീ മുതലാക്കിക്കോ, എന്നിൽ നിന്ന് സമ്പാദിക്കാനുള്ളതൊക്കെ സമ്പാദിച്ചോ എന്ന് ഓരോ ദിനങ്ങളും മനുഷ്യപുത്രനോട് വിളിച്ചു പറയുന്നു എന്ന് മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അല്ലാഹു ഇത് കേൾക്കുന്ന ഒരു ആന്തരിക ചെകിട് നമുക്ക് പ്രദാനം ചെയ്യട്ടെ.
മനുഷ്യന്ന് പറഞ്ഞാൽ തന്നെ കുറെ സമയങ്ങൾ കൂടിയതാണ് അല്ലേ? വേറെന്താ? കുറെ സമയങ്ങൾ ഇങ്ങനെ കൂടിയതാണ് മനുഷ്യൻ. അതിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മൾ കുറച്ചാണ്ട് കഴിഞ്ഞു എന്നതിനർത്ഥം. ഇനി എത്ര ഉള്ളത് അത്രേ ഉള്ളു നമ്മള്. ഇനി ഇവിടെക്കണം ഒരാളുകൾ ഇന്ത്യശോക്കാണ്, എനിക്കിപ്പോ 49 വയസ്സായി, ഇത്ര ഇനി ഞാൻ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഭക്ഷണം, ഇന്നത്തെ വെള്ളം, ഇന്നത്തെ ജീവിതം, ഇന്നത്തെ ഓക്സിജൻ, ഇന്നത്തെ വണ്ടികളുടെ പുക, അങ്ങാടി കണ്ടിറങ്ങിയാൽ കയറുന്ന വിഷല്ലേ, പച്ചക്കറി തിന്നാ കയറുന്ന വിഷല്ലേ, മീൻ തിന്നാ കയറുന്ന വിഷല്ലേ. അതുകൊണ്ടല്ലോ ആഹ്റജമാൽ ഫുജൂറത്തുൽ മൗത്ത് കൂടുന്ന് പറയുന്നത്. ഇതൊക്കെ ഇതിന് കാരണല്ലേ? ആ പഴയ കാലത്തുള്ള ആളുകൾ ജീവിച്ച പോലെ 100, 110 കൊല്ലൊന്നും ജീവിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ തന്നെ മര്യാദക്ക് സാസിലിരിക്കാതെ ഉറങ്ങല്ലോ ഓരോരുത്തർ തന്നെ. ഇവിടെ പഠിക്കുന്ന കുട്ടികളിട്ടോ എന്താ വെച്ചാല് തിന്നാണ്ടിരുന്ന് അങ്ങനെ ഉറങ്ങാണതാണ്. എന്താ പഴയ കാലം പോലെയല്ല ഇപ്പോ, രക്തത്തിക്ക് കയറണോ അങ്ങനെയാണ്. അപ്പൊ അതാണ് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഇനിയിപ്പോ ഈ സാസിൽ എത്ര ആൾക്കാരുണ്ടാവും? അങ്ങനെ ഈ സാസിൽ ഇപ്പൊ എത്ര ആൾക്കാർ, ഇത്രയും കൂടി ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും? സ്വാഭാവികത്തിൽ പോവുകയാണെങ്കിൽ, ഇടക്ക് മൗത്തെന്ന കലാവ് വരാതിരുന്നാൽ തന്നെ സ്വാഭാവികത്തിൽ പോവുകയാണെങ്കിൽ ഇത്രയും കാലം ജീവിക്കുന്ന എത്ര ആളുണ്ടാവും ഇതില്? ഇത് മുഴുവനും നമ്മൾ ദുനിയാവിന് വേണ്ടിയാണ് മാറ്റിവെക്കുന്നത്. ജുമ വന്നു പോണ അറിയണില്ല, പള്ളിയിൽ നിന്ന് വാങ്ങു വരുന്ന അറിയണില്ല. ബോധമില്ലാത്ത യാത്രയാണ്. പെട്ടെന്നായിരിക്കും കൊളത്തിപ്പിടിക്കല്, വലിച്ചിട്ട് കിട്ടണില്ല, മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു. ഇനി പിന്നെ എടുക്കാൻ പോകല്. നാട്ടുകാരൊക്കെ കൂടി ഓടിക്കൂടും, കണ്ണടച്ചു തരും, കുളിപ്പിച്ചു തരും, മുകിൽ പഞ്ഞും വെച്ചിട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ടാണ് കിട്ടും. അവിടെ ഉണ്ടല്ലോ ഒറ്റപ്പെട്ടാ തുടങ്ങുന്ന ഒരു ജീവിതം. അത് ഇന്ന് ഓർത്തിട്ടില്ലെങ്കിൽ അവിടെ അപകടം. ഇന്ന് ഓർത്താ അൽഹംദുലില്ലാ അവിടെ രക്ഷപ്പെടാൻ പറ്റും. ഇന്ന് അത് ഓർത്തിട്ട് സമയമെടുത്ത് അതിനു വേണ്ടി അധ്വാനിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയിലൊക്കെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വെറും തിന്ന ഉറങ്ങാ മുണങ്ങ താപ്പാട് സാപ്പാട് തൂക്കം സാപ്പാട് തൂക്കം സാപ്പാട് തൂക്കം. അതുകൊണ്ട് എന്ത് കാര്യമുള്ളത്? അതിനല്ലല്ലോ ദുനിയാവുക്ക് വന്ന് കുറച്ച് അധ്വാനിക്കണ്ടേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങൾ നീ കബൂലാക്കണേ അല്ലാഹ്. ഈ ജുമുഅ പ്രഭാതത്തെ നീ നാളത്തെ പ്രഭാമയമായ സ്വർഗീയ സുഖത്തിന് വേണ്ടി സ്വീകരിക്കണേ അല്ലാഹ്. തണുപ്പുള്ള സമയത്ത് ദൂരെ നിന്നും അടുത്തു നിന്നുമായി പള്ളിയിൽ വന്ന് സുബഹി നിസ്കാരാനന്തരം ഒരു 20 മിനിറ്റ് ആണെങ്കിൽ അത്രയും നിന്റെ ഇൽമ കേൾക്കാൻ ഇരിക്കുന്ന ഞങ്ങളിൽ, പറയുന്ന ഞങ്ങളിൽ ആരെയും നീ നിരാശപ്പെടുത്തല്ല അല്ലാഹ്. ഇത് നാളത്തെ രക്ഷയ്ക്ക് വേണ്ടി നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിന്റെ സവാബുകൾ അത്രയും നിന്റെ അഹബ്ബായ അക്രമായ അഅളമായ ഞങ്ങളുടെ ഷഫീആയ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയിൽ എത്തിക്കണേ അല്ലാഹ്. മറ്റ് അമ്പിയാക്കൾ, മുർസലീങ്ങൾ, അവിടുത്തെ അസ്ഹാബ്, അസ്വാജ്, ആല്, അഹ്ലു ബൈത്തിൽ എത്തിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള റജബിൽ വിടവാങ്ങിയ അബൂ ഹനീഫത്തുൽ കൂഫി, ഇങ്ങനെയുള്ള റജബിൽ വിടവാങ്ങിയ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന മദ്ഹബിന്റെ ഇമാമായ മുഹമ്മദ് ഇദ്രീസ് ശാഫിഈ, ഇങ്ങനെയുള്ള റജബിൽ വിടവാങ്ങിയ രണ്ടാം ശാഫിഈ എന്ന അപരനാമത്തിൽ ലോകത്തറിയപ്പെട്ട അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫുൻ നവാവി,
ഇങ്ങനെയുള്ള റജബിൽ ഇവിടെ വാങ്ങിയ ഖാജ മുഈനുദ്ദീൻ ജിസ്തിയിൽ അജ്മീരി മഹാനായ ഇബ്നു ഹജർ ഹൈതമി അല്ലാഹുവേ റജബിലല്ലേ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളും ഇവിടെ വാങ്ങിയത് എല്ലാവരിലും നീ എത്തിക്കണേ അല്ലാ. ഈ നാടിന് നാമകരണം നൽകിയ ശൈഖ് സിറാജുദ്ദീൻ തങ്ങളിൽ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ മറ്റ് മഹാന്മാർ മഹദികളിൽ എത്തിക്കണേ അല്ലാ. ഈ നാട്ടിൽ മറവ് ചെയ്യപ്പെട്ടവരിലും എത്തിക്കണേ അല്ലാ. അവർക്കൊക്കെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കളിൽ പലരും ഖബറിലാണ്. അവർക്ക് എത്തിച്ചവരുടെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ. ആഘോഷമാക്കണേ അല്ലാ. അനുഗ്രഹത്തിന്റെ ആരാമമാക്കണേ അല്ലാ. സൗരഭ്യമാക്കണേ അല്ലാ. സൗഗന്ധികമാക്കണേ അല്ലാ. വെളിച്ചമുള്ള ഖബറാക്കണേ അല്ലാ. വിശാലതയുള്ള ഖബറാക്കണേ അല്ലാ. ഞങ്ങളെ തീറ്റിപ്പോറ്റിയവരെ ഖബറിൽ വെച്ച് ഇടുക്കല്ല അല്ലാ. അദാബിലാക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ എപ്പോഴാണ് യാത്ര ചെയ്യുക എന്നറിയില്ല. ആ യാത്രയുടെ ബോധോദയത്തിൽ അതിനു വേണ്ടി സ്വാലിഹായ അമലുകൾ സ്വാലിഹത്തായ അഅ്മാലിനെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരുങ്ങുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. മരണം മറന്ന് മതിമറക്കുന്നവരിൽ പെടുത്തല്ലേ അല്ലാ. കച്ചവടങ്ങൾക്കിടയിൽ പണം സമ്പാദിക്കുന്നതിനിടയിൽ മയ്യിത്ത് കെട്ടിൽ മറക്കുന്നവരിൽ പെടുത്തല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നിന്നോടുള്ള ഭയം നൽകണേ അല്ലാ. മഹബത്ത് നൽകണേ അല്ലാ. നിന്റെ മുത്തായ മുസ്തഫായെ സ്നേഹിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഇത്തിബാഇനുള്ള വഴികൾ തുറന്നു തരണേ അല്ലാ. ഹൃദയങ്ങൾ മാരിഫത്തിന്റെ പാത്രങ്ങളാക്കി തരണേ അല്ലാ. മരിക്കുന്നത് എപ്പോഴാണെങ്കിലും സ്വർഗം കണ്ട് ചിരിച്ചല്ലാതെ ദിക്ർ ചൊല്ലിയല്ലാതെ മരിപ്പിക്കല്ല അല്ലാ. കച്ചവടക്കാർക്ക് ബർക്കത്ത് നൽകണേ അല്ലാ. കുഞ്ഞാപ്പോജി എന്ന സഹോദരൻ വളരെ സീരിയസ് ആയ അവസ്ഥയിലാന്ന് പറഞ്ഞു നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. സലാമത്താക്കി കൊടുക്കണേ അല്ലാ. കുഞ്ഞാലനാജിയുടെ വകയാണ് അദ്ദേഹത്തിന്റെ മഗ്ഫിറത്തിന് വേണ്ടി ചായം ചീർണിയും എന്നറിയിച്ചു. അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് അതിന്റെ സവാബിനെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഖബറുകൾ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന പള്ളിയുടെ ചുറ്റുഭാഗത്ത് നിരനിരയായി കിടക്കുന്ന സകല മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തിന് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ പൊടുന്നനെ മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങൾക്കടുത്താണ് നീ മരണം നിശ്ചയിച്ചതെങ്കിൽ ഈ ദുആ കൊണ്ട് അത് ദീർഘായുസിലേക്കാക്കണേ അല്ലാ. ആ ദീർഘായുസ് മുഴുവന് ഖിദ്മത്തിന് ദഅവത്തിന് തൗഫീഖ് നൽകണേ അല്ലാ. രോഗം കൊണ്ട് തളർത്തല്ലേ അല്ലാ. ദഅവത്ത് മുടക്കല്ലേ അല്ലാ. മാരക രോഗം കൊണ്ട് കിടത്തല്ലേ അല്ലാ. പെടുന്നനെ മരിപ്പിക്കല്ലേ അല്ലാ. കടത്തിൽ കൊടുക്കല്ലേ അല്ലാ. ശത്രുക്കൾക്ക് കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبه يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خلق صحابه أجمعين. سبحان ربك رب العزة سلام على المرسلين الحمد لله رب العالمين. السلام عليكم.